സഹൃദയരെ, നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ. എൻ്റെ കഥയുടെ പേരാണ് രാജശില്പി. ഭാരതം സ്വതന്ത്രമാകുന്നതിന് മുമ്പുള്ള ചരിത്രപ്രധാനമായ ഒരു കാലഘട്ടം. മുഗൾ സാമ്രാജ്യത്തിലെ പുകൾപ്പറ്റ ഭരണാധിപനായ ഷാജഹാൻ ചക്രവർത്തിയുടെ കമനീയമായ രാജകൊട്ടാരത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. മന്ദാരവാടിതൻ രോമഹർഷം മന്ദാനിലൻ പേറി വന്നു മെല്ലെ, മാരുതൻ മുറ്റത്തെ മന്ദാരത്തെ വാരിപ്പുണർന്നങ്ങകന്നുപോയി. രാജാവ് തൻ്റെ സിംഹാസനത്തിലേക്ക് എഴുന്നള്ളി. ഉപവിഷ്ടനായി ശാന്തമായ ഗൗരവം ആ മുഖത്ത് കളിയാടി. മന്ത്രിമാരും പൗരപ്രമാണിമാരും അവരുടെ സ്ഥാനങ്ങളിൽ ഇരുന്നു കഴിഞ്ഞു. പ്രജകളാൽ തിങ്ങി നിറഞ്ഞ രാജസദസ്സ്. പക്ഷേ ചക്രവർത്തിയുടെ മുഖഭാവം കണ്ട് എല്ലാവരും ഞെട്ടി. എവിടെ നമ്മുടെ രാജശില്പി? ആ ശബ്ദം രാജസദസ്സിൽ പല തവണ മാറ്റൊലിക്കൊണ്ടു. ആ സദസ്സിൽ നിന്ന് ഒരു മനുഷ്യൻ മന്ദം മന്ദം നടന്നു വന്ന് ഷാജഹാൻ ചക്രവർത്തിയുടെ മുന്നിലെത്തി. സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു: പ്രഭു, അടിയനിതാ എത്തിക്കഴിഞ്ഞു. ഹേ ശില്പി, രാജാവ് അരുളി ചെയ്തു, നമ്മുടെ പ്രിയപ്പെട്ട മുംതാസിൻ്റെ നിത്യസ്മരണയ്ക്കായി നീ ഒരു സ്മാരകം തീർത്തു. നിനക്ക് ഒരു സമ്മാനം തരുന്നുണ്ട്. ആരവിടെ? ഈ മനുഷ്യൻ്റെ കൈകൾ രണ്ടും ഛേദിച്ച് ഇയാളെ രാജവീതിയിലേക്ക് വലിച്ചെറിയൂ. നമ്മുടെ താജ്മഹൽ പോലെ മനോഹരമായ വേറൊരു ശില്പം ഈ അനശ്വരനായ ശില്പി മേലിൽ നിർമ്മിച്ചുകൂടാ. വേഗമാകട്ടെ. ശിലയെപ്പോലും പിളർക്കുന്ന ആ രാജകൽപ്പന കേട്ട് ആ രാജസദസ്സ് നടുങ്ങി വിറച്ചു. ആ ശില്പിയുടെ ഹൃദയത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അതാ പൊട്ടിത്തകർന്നവൻ ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾക്കുള്ളിൽ. സ്നേഹമുള്ളവരെ, ലോകത്തിലെ മഹാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിന് രൂപവും ഭാവവും ശില്പഭംഗിയും പകർന്ന ഒരു കലാകാരൻ അവസാനം തനിക്ക് വന്ന ദുർവിധി ഓർത്ത് നെടുവീർപ്പ് വിടുകയാണ്. ഭാവനയിൽ ഞാനെൻ നായികയ്ക്കായി ഭാവവും രൂപവും നൽകിയെങ്കിൽ എന്നകാമ്പിൽ തെളിഞ്ഞ രൂപം നിന്റേതു തന്നെയോ പല്ലവാങ്കി. എന്നകാമ്പിൽ തെളിഞ്ഞ രൂപം നിന്റേതു തന്നെയോ പല്ലവാങ്കി. അതെ, അതിമനോഹരമായ താജ്മഹലിന് രൂപവും ഭാവവും നൽകുമ്പോൾ ആ ശില്പിയുടെ മനസ്സിൽ മറ്റൊരു താജ്മഹൽ ഉണ്ടായിരുന്നു, മുംതാസ്. വർഷങ്ങൾക്ക് മുമ്പ് ഷാജഹാന്റെ കൊട്ടാരത്തിലെ ശില്പവേലയ്ക്ക് വേണ്ടി ആ ശില്പിയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി. ശില്പകലയിൽ മുഴുകിയിരുന്ന ആ മനുഷ്യൻ ഒരു ദീർഘനിശ്വാസം കേട്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. മുംതാസ്. ആ കൺമുനകൾ ഇടഞ്ഞു തമ്മിൽ, അപ്പോഴേ പെണ്ണിൻ മുഖം കുനിഞ്ഞു. ആ കൺമുനകൾ ഇടഞ്ഞു തമ്മിൽ, അപ്പോഴേ പെണ്ണിൻ മുഖം കുനിഞ്ഞു. ഓമലാൽ കാൽവിരൽ കൊണ്ടു മണ്ണിൽ ഓരോരോ ചിത്രം വരച്ചു നിന്നു.
ദിവസങ്ങൾ വളരെ വേഗം നീങ്ങിക്കൊണ്ടിരുന്നു. കൊട്ടാരത്തിൽ കൊത്തുവെച്ചിട്ടുള്ള അതിമനോഹരമായ ശില്പം കണ്ട് ആസ്വദിക്കുന്നതിനായി മുംതാസ് എല്ലാ ദിവസവും ആ ശില്പിയുടെ സമീപത്ത് എത്തിച്ചേരും. ആ കൂടിക്കാഴ്ച നിരവധി സങ്കല്പങ്ങൾക്ക് വഴിയൊരുക്കി. ഒരു ദിവസം മുംതാസിനോടായി ശില്പി പറഞ്ഞു, ആവില്ലെനിക്കു നിൻ രൂപമെൻ്റെ ആത്മാവിൽ നിന്നും പിഴുതറിയാൻ. ആവില്ലെനിക്കു നിൻ രൂപമെൻ്റെ ആത്മാവിൽ നിന്നും പിഴുതറിയാൻ. നിന്നെ ഞാൻ കാൺമതിൻ മുമ്പു തന്നെ നീ എൻ ഹൃദയം കവർന്നുപോയി. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയിക്കൊണ്ടിരുന്നു. കൊട്ടാരത്തിലെ ശില്പവേലകൾ പൂർത്തിയായി. ശില്പിക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോകുവാൻ സമയമായി. കൊട്ടാര വളപ്പിൽ വെച്ച് മുംതാസിനെ ശില്പി കണ്ടു. മുംതാസ്, നാളെ പ്രഭാതത്തിൽ ഞാൻ യാത്രയാകും. ഇനിയും തിരിച്ചു വരും നിന്നെ ഒരിക്കൽ കൂടി കാണാൻ. പൂമരക്കൊമ്പിൽ ഇണക്കിളികൾ രാഗാർദ്രഗാനങ്ങളാലപിച്ചു. തമ്മിൽ പിണങ്ങി പറന്ന കിളികളും മമ്മട്ടു തന്നെ തിരിച്ചു വന്നു. വർഷങ്ങൾ വീണ്ടും കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. ഷാജഹാന്റെ പട്ടമഹിഷിയായ മുംതാസ് മരണവുമായും മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചക്രവർത്തി രാജകാര്യങ്ങളെല്ലാം മറന്ന് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് മുംതാസിന്റെ സമീപത്തിരുന്ന് പരിചരിച്ചു. മരണം മുമ്പിൽ കണ്ട മുംതാസ് ചക്രവർത്തിയോടായി ഇങ്ങനെ പറഞ്ഞു, പ്രഭു, അങ്ങെന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ മരിച്ചു പോയാൽ അങ്ങയുടെ മനസ്സിൽ ഞാൻ എന്നും നിറഞ്ഞു നിൽക്കണം എന്നും. ഷാജഹാന്റെ നേത്രങ്ങൾ ഈറനണിഞ്ഞു. അത് കണ്ട് മുംതാസ് വിതുമ്പിക്കരിഞ്ഞുപോയി. എന്തിനീ നേത്രങ്ങൾ ഈറനായി, എന്നോട് ചൊല്ലുകൻ ഓമലാളേ. ദേഹം പിരിയുവോളം ദേവേ നിവേദനിച്ചിടരുതേ. എന്തോ പറയുവാനായി മുംതാസിന്റെ ചുണ്ടുകൾ ചലിച്ചു. പക്ഷേ ഒന്ന് മുരിയടന്നതിന് മുമ്പ് ആ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. ഒരു സത്യം മാത്രം അവശേഷിച്ചു. മുംതാസ് മരിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഷാജഹാൻ ചക്രവർത്തി ആ മൃതശരീരത്തിലേക്ക് മറിഞ്ഞു വീണു. നാളുകൾ വീണ്ടും ഓടിക്കൊണ്ടിരുന്നു. അതാ കൊട്ടാരത്തിൻ്റെ ജാലകത്തിൽ ശൂന്യതയിലേക്ക് കണ്ണും നട്ട് ഒരു ശിലാപ്രതിമ പോലെ ഇരിക്കുകയാണ് ഷാജഹാൻ ചക്രവർത്തി. പാലൊളി ചന്ദ്രികയാൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് പ്രപഞ്ചം. അങ്ങകലെ ശാന്തമായി ഒഴുകുന്ന ആഗ്ര നദി. ആഗ്ര നദിയുടെ കുഞ്ഞോളങ്ങളിൽ അമ്പിളിക്കല പ്രതിബിംബിക്കുന്നു. ഷാജഹാന്റെ മനസ്സിൽ ഒരാശയം പൊങ്ങി വന്നു. തനിക്ക് കൊട്ടാരത്തിലിരുന്നാൽ കാണത്തക്ക വിധം ആഗ്ര നദിയുടെ തീരത്ത് മുംതാസിന്റെ നിത്യസ്മരണയ്ക്കായി ഒരു സ്മാരകം പണിയും. വേദനയില്ലാത്ത ലോകമൊന്നിൽ മോദമായി പാടി പറന്നു പോകും. ജീവന്റെ ജീവനാം റാണിയൾക്കായി സ്മാരകമൊന്നു പണിഞ്ഞിടും ഞാൻ. ജീവന്റെ ജീവനാം
റാണിയാൾക്കായി സ്മാരകമൊന്നു പണിഞ്ഞിടും ഞാൻ. മുംതാസിൻ്റെ സ്മാരകം. അതെ, ലോക അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ. ഷാജഹാന്റെ അഭിലാഷങ്ങൾ പൂവണിഞ്ഞു. എന്നാൽ താജ്മഹൽ പോലെ മനോഹരമായ വേറൊരു ശില്പം ഈ ലോകത്തുണ്ടാകരുതേ എന്ന് ഷാജഹാൻ വ്യാമോഹിച്ചിരുന്നു. അളവില്ലാത്ത വ്യാമോഹത്തിൻ്റെ ഫലമാണ് അന്ന് ആ കൊട്ടാരത്തിൽ വെച്ച് ആ അനുസരനായ ശില്പിക്ക് ലഭിച്ച പ്രതിഫലം. അതാ നോക്കൂ, കൈകൾ രണ്ടും നഷ്ടപ്പെട്ട് ആ അനുസരനായ കലാകാരൻ നിറയ്ക്കുന്ന കാലടികളോടെ രാജവീതിയിലൂടെ നടന്നു പോകുന്നു. ആ മനുഷ്യൻ താജ്മഹലിൻ്റെ മുന്നിലെത്തി. ഭാവനയിൽ ഞാനൻ നായികയ്ക്കായി ഭാവവും രൂപവും നൽകിയെന്നാൽ എന്നകക്കാമ്പിൽ തെളിഞ്ഞ രൂപം നിന്റേതു തന്നെയോ പല്ലവാങ്കി. എന്നകക്കാമ്പിൽ തെളിഞ്ഞ രൂപം നിന്റേതു തന്നെയോ പല്ലവാങ്കി. മുംതാസിൻ്റെ ആത്മാവ് ഒരു കുസൃതി തെന്നലായി കടന്നു വന്ന് ആ രാജശില്പിയെ മെല്ലെ മെല്ലെ തഴുകി കടന്നുപോയി. പൊട്ടിച്ചിരിക്കുവാൻ മോഹമുണ്ടെങ്കിലോ പൊട്ടിക്കരയിക്കും ജീവിതം. ആശിച്ച വേഷങ്ങൾ ആടാൻ കഴിയാത്ത നാടകമാണല്ലോ ജീവിതം. നാടകമാണല്ലോ ജീവിതം. പൊട്ടിച്ചിരിക്കുവാൻ മോഹമുണ്ടെങ്കിലോ പൊട്ടിക്കരയിക്കും ജീവിതം. എൻ്റെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ.